ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഫൈനൈറ്റ് ഡിഫറൻസസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ ഫോർവേഡ് ഡിഫറൻസ്, ബാക്ക്വേഡ് ഡിഫറൻസ്, സെൻട്രൽ ഡിഫറൻസ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഇൻ്റർപൊളേഷൻ ഫോർമുലയാണ് പഠിക്കുന്നത്. ന്യൂട്ടൺസ് ഫോർമുല ഫോർ ഇൻ്റർപൊളേഷൻ. അതിൽ തന്നെ ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്ന ഇൻ്റർപൊളേഷൻ ഫോർമുലയാണ് ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഇൻ്റർപൊളേഷൻ ഫോർമുല. According to Newton's forward difference interpolation formula, given the set of n plus 1 values x0, y0, x1, y1, x2, y2, etc. up to xn, yn of x and y. നമുക്ക് തന്നിരിക്കുന്ന ടാബുലേറ്റഡ് പോയിൻറ്റ്സ് ആണ് x0 കറസ്പോണ്ടിങ് ആയിട്ടുള്ള y0, etc. up to xn ആൻഡ് yn. ദാറ്റ് മീൻസ് നമുക്ക് x0യിൽ സ്റ്റാർട്ട് ചെയ്ത് xnൽ എൻഡ് ചെയ്യുന്ന പോയിൻറ്റ്സ് ആണുള്ളത്. സോ അതുകൊണ്ടാണ് നമ്മൾ n+1 വാല്യൂസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് റിക്വയർഡ് ടു ഫൈൻഡ് yn ഓഫ് എക്സ്, എ പോളിനോമിയൽ ഓഫ് ദ nth ഡിഗ്രി സച്ച് ദാറ്റ് y and yn ഓഫ് എക്സ് എഗ്രി അറ്റ് ദ ടാബുലേറ്റഡ് പോയിൻറ്റ്സ്. എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? നമ്മുടെ ഇൻ്റർപൊളേഷൻ ടെക്നിക്കിൻ്റെ തന്നെ കണ്ടീഷൻ അതാണല്ലോ. നമുക്ക് എക്സ് ആൻഡ് വൈ വാല്യൂസ് തന്നിട്ടുണ്ട്. എക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന x0യിൽ എൻഡ് ചെയ്യുന്ന xnലുമാണ്, എക്സെട്ര കറസ്പോണ്ടിങ് y0 അപ് ടു yn. അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. എക്സ് y ആക്സിസിൽ y = f ഓഫ് എക്സ്. സോ നമുക്ക് പോയിൻറ്റ്സ് ഈ രീതിയിൽ പോയിൻറ്റ്സ് കിട്ടി. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കുക. വി ക്യാൻ കൺസ്ട്രക്റ്റ് എ പോളിനോമിയൽ ഓഫ് nth ഡിഗ്രി yn ഓഫ് എക്സ്. അപ്പോൾ nth ഡിഗ്രി പോളിനോമിയലായ yn ഓഫ് എക്സ് ഈ പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്താൽ ആ പോളിനോമിയൽ തന്നിരിക്കുന്ന y വാല്യൂസിൽ കൂടി കടന്നു പോകുന്നതായിരിക്കും. ഓർ തന്നിരിക്കുന്ന y വാല്യൂസും സാറ്റിസ്ഫൈ ചെയ്യും. ഈ yn ഓഫ് എക്സ് y വാല്യൂ സാറ്റിസ്ഫൈ ചെയ്തിരിക്കും. അത് ഇത്ര മാത്രം മീൻ ചെയ്യുന്നുള്ളൂ. ഈ പോയിൻറ്റ്സിൽ കൂടെ ഉറപ്പായിട്ടും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന പോളിനോമിയൽ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് റിക്വയർഡ് ടു ഫൈൻഡ് yn ഓഫ് എക്സ് ആൻ nth ഡിഗ്രി പോളിനോമിയൽ സച്ച് ദാറ്റ് y ആൻഡ് yn ഓഫ് എക്സ് എഗ്രി അറ്റ് ദ ടാബുലേറ്റഡ് പോയിൻറ്റ്സ്. അപ്പോൾ ഈ കൺസ്ട്രക്ട് ചെയ്യുന്ന yn ഓഫ് എക്സ് ഈ തന്നിരിക്കുന്ന y വാല്യൂസിൽ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ലെറ്റ് ദ വാല്യൂസ് ഓഫ് എക്സ് ബി ഇക്വിഡിസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് ലെറ്റ് xi = x0 + ih. നമ്മൾ ഓൾറെഡി ഡിഫറൻസ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്തപ്പോൾ പറഞ്ഞു എക്സ് വാല്യൂസ് ഈക്വിഡിസ്റ്റൻ്റ് ആയിട്ടുള്ള കേസിലാണ് ഈ ഇൻ്റർപൊളേഷൻ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഇൻ്റർപൊളേഷൻ ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യം തന്നിരിക്കുന്ന എക്സ് വാല്യൂസ് എല്ലാം ഈക്വിഡിസ്റ്റൻ്റ് ആണോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ മെത്തേഡിൽ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈക്വിഡിസ്റ്റൻറ്റ് മീൻസ് xi = x0 + ih വേർ i is equal to 0, 1, 2, 3 etc. up to n. അപ്പോൾ ഐക്ക് നമ്മൾ 0 കൊടുത്താൽ ഫസ്റ്റ് എക്സ് വാല്യൂ ആണ് x0 വിച്ച് ഇസ് ഈക്വൽ ടു x0. ദെൻ x1 സെക്കൻഡ് എക്സ് വാല്യൂ x1 is equal to x0 + ഇവിടെ 1 കൊടുക്കുമ്പോൾ h. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? x1 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടണമെങ്കിൽ x0യുടെ കൂടെ ഒരു നമ്പർ ആഡ് ചെയ്താൽ മതി. ഇനി അടുത്ത എക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? x2 = x0 + 2h. അപ്പോൾ ഓരോ എക്സ് വാല്യൂസും നമ്മുടെ ഡിഫറൻസ് h ആണ്. എക്സ് ഇവിടെ x0, x1, x2, x3 etc. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് h ആണ്, ഇത് തമ്മിലുള്ള ഡിഫറൻസും h ആണ്. സോ x0 is equal to x0. നമ്മൾ ഐക്ക് 0 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അടുത്ത കണ്ടീഷൻ എന്താണ്? x1 is equal to x0 + h. ദെൻ x2 is equal to x0 + 2h etc. അതാണ് ഈക്വിഡിസ്റ്റൻറ്റ് തമ്മിലുള്ള സെപ്പറേഷനാണ് h, സ്മോൾ h. ലെറ്റ് us കൺസിഡർ ആൻ nth ഡിഗ്രി പോളിനോമിയൽ. നമ്മളിനി പോളിനോമിയലിനെ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. പോളിനോമിയൽ ഓഫ് ദ ഫോം yn ഓഫ് എക്സ് = a0 + a1 × x - x0 + a2 × x - x0 × x - x1 + a3 × x - x0 x - x1 x - x2 + etc. an × x - x0 × x - x1 × x - x2 etc. up to x - xn - 1. ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് x - x0യിലാണ്. സെക്കൻഡ് ടൈം നോക്കുക, അവിടെ x - x0യും x - x1ഉം വന്നു. തേർഡ് ടൈമിൽ x - x0, x - x1, x - x2
അപ്പോൾ അങ്ങനെ നോക്കുമ്പം A1ൻ്റെ ടേമിൽ x0 എന്നാണ്, എക്സ് മൈനസ് x0. A2ൻ്റെ ടേമിൽ ഇവിടെ എൻഡ് ചെയ്യുന്നത് x മൈനസ് x1ലാണ്. സോ ഇവിടെ നോക്കുക A3 ഇൻറ്റു എക്സ് മൈനസ് x0, ലാസ്റ്റ് ടൈം എക്സ് മൈനസ് x2 ആണ്. സോ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ANൻ്റെ കേസിൽ AN ഇൻറ്റു എക്സ് മൈനസ് x0 എന്ന് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഇവിടെ n ആണ്. സോ എക്സ് മൈനസ് എക്സ് n മൈനസ് 1ലായിരിക്കും. ഇതാണ് നമ്മുടെ പോളിനോമിയലിൻ്റെ ഫോമാറ്റ്. Then substituting x equal to x0 in equation number 1 we get, ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 പോളിനോമിയൽ. എക്സിന് x0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, x0 മീൻസ് ഫസ്റ്റ് എക്സ് വാല്യൂ. ഫസ്റ്റ് എക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് x0 ഈസ് y0. ഫസ്റ്റ് y വാല്യൂ ആണ്. അപ്പോൾ LHS നമുക്ക് എങ്ങനെ എഴുതാം? y0 ഈസ് ഈക്വൽ ടു ഈ ടേം ഉണ്ട് a0 പ്ലസ്, ഇനി എക്സിന് x0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് x0 മൈനസ് x0 എന്നായി പോവും, ഇത് ക്യാൻസൽ ആയി പോവും. അതുപോലെ തന്നെ എല്ലാ ടേമിലും എക്സ് മൈനസ് x0 വരുന്നുണ്ട്. സോ ഈ ടേമുകളൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് റിമൈനിങ് ആയിട്ട് y0 ഇസ് ഈക്വൽ ടു a0 എന്നൊരു ഇക്വേഷൻ കിട്ടും. എഗെയിൻ സബ്സ്റ്റിറ്റ്യൂട്ടിങ് x ഈക്വൽ ടു x1 ഇൻ ദ സെയിം ഇക്വേഷൻ. എക്സിനെ x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന y വാല്യൂ എന്താണ്? x1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ എഫ് ഓഫ് x1 വിച്ച് ഇസ് ഈക്വൽ ടു y1 ഇസ് ഈക്വൽ ടു ഈ ടേം ഉണ്ട് a0, പിന്നെ എക്സിനാണ് x1 നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എക്സ് മൈനസ് x1 എന്നുള്ള ടേമുകളെല്ലാം ക്യാൻസലായി പോകും. അപ്പം ഇവിടം വരെ ഉണ്ട്, a0 a1 ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നത് x1 മൈനസ് x0 എന്നല്ല, അതുകൊണ്ട് ഈ ടൈം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ബാക്കി ഒരു ടൈമും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. y1 ഇസ് ഈക്വൽ ടു a0 പ്ലസ് a1 ഇൻറ്റു x1 മൈനസ് x0, ദാറ്റ് ഇസ് ഈക്വൽ ടു y0. a0 y0 ആണെന്ന് കിട്ടി. y0 പ്ലസ് a1 ഇൻറ്റു x1 മൈനസ് x0, ദാറ്റ് ഈസ് h. അപ്പോൾ ഫസ്റ്റ് എക്സ് വാല്യൂം അതിൻ്റെ തൊട്ടടുത്ത എക്സ് വാല്യൂം തമ്മിലുള്ള ഡിഫറൻസ് x1 മൈനസ് x0 അത് h ആണ്. ഈക്വൽ ഡിസ്റ്റൻ്റ് ആണല്ലോ, എല്ലാ എക്സ് വാല്യൂസും അടുത്തടുത്ത എല്ലാ എക്സ് വാല്യൂസും തമ്മിലുള്ള ഡിഫറൻസ് h ആണ്. സോ വി ഗെറ്റ് a1 ഇസ് ഈക്വൽ ടു y1 മൈനസ് y0 ഡിവൈഡഡ് ബൈ h വിച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ y0 ഡിവൈഡഡ് ബൈ 1h. സോ നമുക്ക് 1 ഫാക്ടോറിയൽ h എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് ഒരു ടേം a1ന് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ കിട്ടി. a1 ഇസ് ഈക്വൽ ടു ഡെൽറ്റ y0 ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ h. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1ൽ a0 കിട്ടി, a1 കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? a2 a3 എക്സെട്ര an വരെയുള്ള ടേമുകൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ പ്രൊസീഡ് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ടിങ് x ഈക്വൽ ടു x2 ഇൻ ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ എക്സിന് x2 കൊടുത്തു കഴിയുമ്പം എക്സ് മൈനസ് x2 ഉള്ള ടേമുകളെല്ലാം ക്യാൻസലായി പോവും, ബാക്കി ടേമുകൾ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് y2. എക്സിന് x2 കൊടുക്കുമ്പോൾ കിട്ടുന്ന y വാല്യൂ y2 ഇസ് ഈക്വൽ ടു a0 പ്ലസ് a1 ഇൻറ്റു x2 മൈനസ് x0 പ്ലസ് a2 ഇൻറ്റു x2 മൈനസ് x0 ഇൻറ്റു x2 മൈനസ് x1. അടുത്ത a3യുടെ ടൈമിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? x2 മൈനസ് x2 എന്ന് വരും, അത് ക്യാൻസൽ ആയി പോകും. സോ ഇവിടം വരെ 3 ടേമുകൾ കിട്ടും. അപ്പോൾ ഈ ഇക്വേഷനിൽ നമുക്ക് a2 കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ y2 ഇസ് ഈക്വൽ ടു a0ക്ക് y0 എന്ന് കൊടുക്കണം. y0 പ്ലസ് a1 ഇൻറ്റു x2 മൈനസ് x0 ദാറ്റ് ഈസ് 2h പ്ലസ് a2 ഇൻറ്റു x2 മൈനസ് x0 ഇൻറ്റു x2 മൈനസ് x1 എന്നാണ്. സോ 2h ഇൻറ്റു x2 മൈനസ് x1 എന്താണ്? h ആണ്. x2ൽ നിന്ന് x1 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് h ആണ്. y2 ഇസ് ഈക്വൽ ടു y0 പ്ലസ് a1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ y0 ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ h ഇൻറ്റു 2h പ്ലസ് a2 ഇൻറ്റു 2h സ്ക്വയർ. y0 പ്ലസ് 2 ഡെൽറ്റ y0 പ്ലസ് a2 ഇൻറ്റു 2h സ്ക്വയർ. ദാറ്റ് ഈസ് a2 ഇസ് ഈക്വൽ ടു 1 ബൈ 2h സ്ക്വയർ ഇൻറ്റു y2 മൈനസ് y0 മൈനസ് 2 ഡെൽറ്റ y0. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ 2h സ്ക്വയർ ഇൻറ്റു y2 മൈനസ് y0 മൈനസ് 2 ഇൻറ്റു ഡെൽറ്റ y0. ഡെൽറ്റ y0 നമ്മുടെ ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്ററാണ് ഡെൽറ്റ. ഡെൽറ്റ y0 എന്താണ്? y1 മൈനസ് y0. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ 2h സ്ക്വയർ ഇൻറ്റു y2 മൈനസ് y0 മൈനസ് 2y1 പ്ലസ് 2y0 വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ 2h സ്ക്വയർ ഇൻറ്റു y2 പ്ലസ് y0 മൈനസ് 2y1 ഓർ ഡെൽറ്റ സ്ക്വയർ y0 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ h സ്ക്വയർ. y2 പ്ലസ് y0 മൈനസ് 2y1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡെൽറ്റ സ്ക്വയർ y0യുടെ എക്സ്പാൻഷനാണ്. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ h സ്ക്വയർ.
നമ്മുടെ A2 നമുക്ക് കിട്ടി. ഇനി ഇതുപോലെ തന്നെ ഇത് പ്രൊസീഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് an വരെയുള്ള വാല്യൂസ് കിട്ടും. സോ ഫൈനലി an is equal to delta raised to n y0 divided by n factorial h raised to n എന്നുള്ള ഫോമിലാണ് കിട്ടുന്നത്. ഈ ഒരു സെയിം ഫോർമാറ്റ് തന്നെ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് a വാല്യൂസ് a0 a1 എക്സെട്ര അപ് ടു an വരെയുള്ള വാല്യൂസ് കിട്ടി. ഇനി നമ്മൾ പുതിയൊരു ടേമിനെ ഡിഫൈൻ ചെയ്യുവാണ് p. p is equal to x minus x0 divided by h or x equal to x0 plus ph where h is the difference in x. അപ്പം x minus x0 is equal to ph എന്ന് കൊടുത്താൽ x minus x1 എന്ത് വരും? നമ്മുടെ ഇക്വേഷൻ നമ്പർ 1ലെ ബാക്കി ടേമുകൾക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പുതിയൊരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്ത് പുതിയൊരു ടേമിന്. അപ്പോൾ എക്സ് മൈനസ് എക്സ് സീറോ പി എച്ച് നമുക്ക് കൊടുക്കാം ഈ ഇക്വേഷൻ അനുസരിച്ച്. ദെൻ എക്സ് മൈനസ് എക്സ് വൺ എങ്ങനെ എഴുതാം? എക്സ് മൈനസ് എക്സ് വണ്ണിന് നമുക്ക് എക്സ് സീറോ പ്ലസ് എച്ച് എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് സീറോ മൈനസ് എച്ച് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് സീറോ പി എച്ച് ആണ്, പി എച്ച് മൈനസ് എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു പി മൈനസ് 1 ഇൻറ്റു എച്ച്. അപ്പോൾ എക്സ് മൈനസ് എക്സ് വണ്ണ് നമുക്ക് എക്സ്പാൻഷൻ കിട്ടി. ഇതുപോലെ തന്നെ എക്സ് മൈനസ് എക്സ് എൻ മൈനസ് 1 വരെയുള്ള ടേമുകളല്ലേ നമുക്കുള്ളത്. അപ്പോൾ എക്സ് മൈനസ് എക്സ് എൻ മൈനസ് 1 എന്ത് വരും? പി മൈനസ് എൻ മൈനസ് 1 ഇൻറ്റു എച്ച് എന്ന് വരും. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് എക്സ് 1 ആയിരുന്നു, സോ നമുക്കിവിടെ പി മൈനസ് 1 ഇൻറ്റു എച്ച് എന്നാണ്. ഇനി എക്സ് മൈനസ് എക്സ് എൻ മൈനസ് 1 എന്ന് വന്നാൽ ഇവിടെ പി മൈനസ് ഈ 1ൻ്റെ സ്ഥാനത്ത് എൻ മൈനസ് 1 ഇൻറ്റു എച്ച് എന്നിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ ടേമുകളുമായി ഇക്വേഷൻ നമ്പർ 1ൽ ഇനി ഇക്വേഷൻ നമ്പർ 1ലേക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വൈ എൻ ഓഫ് എക്സ് ഈക്വൽ ടു a0യ്ക്ക് പകരം y0 പ്ലസ് a1 ദാറ്റ് ഈസ് ഡെൽറ്റ y0 ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ എച്ച് ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ വിച്ച് ഈസ് പി എച്ച് പ്ലസ് a2 delta square y0 divided by 2 factorial h square into x minus x0 ph ആണ്. Then x minus x1 that is p minus 1 into h plus etc. or yn of x equal to y0 plus h cancel ആയി പോവും, ഇവിടെ നിന്ന് h cancel ആയി പോവും. അപ്പം y0 plus p delta y0 plus p into p minus 1 by 2 factorial delta square y0 plus p into p minus 1 into p minus 2 by 3 factorial delta cube y0 plus etc. up to p into p minus 1 into p minus 2 etc. up to നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു ഇതുണ്ട് എക്സ് മൈനസ് എക്സ് എൻ മൈനസ് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് പി മൈനസ് എൻ മൈനസ് 1 ഇൻറ്റു എച്ച് എന്നല്ലേ, അവിടം വരെ ടേമുകൾ എക്സ്റ്റെൻഡ് ചെയ്തു പോകും. അപ്പോൾ പി മൈനസ് എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ എൻ ഫാക്ടോറിയൽ ഡെൽറ്റ റേസ് ടു എൻ y0. ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ന്യൂട്ടൺസ് ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോർമുല. സപ്പോസ് നമുക്കൊരു പ്രോബ്ലം ചോദിച്ചിരിക്കുകയാണ്, എക്സ് ആൻഡ് വൈ വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് എക്സ് ആൻഡ് വൈ വാല്യൂസ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നോക്കുക, എക്സ് വാല്യൂസ് എല്ലാം ഈക്വൽ ഡിസ്റ്റൻ്റ് ആണ്, എച്ച് ഈക്വൽ ടു 2 ആണ്. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എക്സ് ഈക്വൽ ടു 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ ഇൻ്റർപോളേഷൻ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ദെൻ എക്സ് ഈക്വൽ ടു 3 നമ്മുടെ ടേബിളിൽ ഇല്ലാത്ത വാല്യൂ ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഫോർവേഡ് ഡിഫറൻസ് ഇൻ്റർപോളേഷൻ ഫോർമുലയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ കൺസ്ട്രക്റ്റ് ചെയ്യണം. ടേബിളിൽ എക്സ് വൈ പിന്നെ ഡെൽറ്റ സ്ക്വയർ ഡെൽറ്റ ക്യൂബ് എവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു പോകുന്നുണ്ടോ അവിടം വരെയുള്ള വാല്യൂസ് ടേബിൾ കൺസ്ട്രക്റ്റ് ചെയ്തു, ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ. ഇനി നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ട് ഇവിടെ കിട്ടുന്നത് എന്താണ്? എക്സ് ഈക്വൽ ടു 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു y0 ഫസ്റ്റ് വൈ വാല്യൂ പ്ലസ് ഡെൽറ്റ y0 അത് ടേബിളിൽ നിന്ന് എടുക്കാമല്ലോ, ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ എച്ച് ഇൻറ്റു പി എച്ച്. അപ്പോൾ എച്ച് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മുടെ ഇക്വേഷൻ എന്താ? പി ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് x0 ഡിവൈഡഡ് ബൈ എച്ച് എന്നല്ലേ. ഈ എക്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട എക്സ്. അപ്പോൾ ഈ എക്സിന് ഇവിടെ എന്ത് കൊടുക്കണം? 3 കൊടുക്കുക. അപ്പോൾ 3 മൈനസ് x0 ഫസ്റ്റ് എക്സ് വാല്യൂ 2 ഡിവൈഡഡ് ബൈ എച്ച്. ഇത് ചിലപ്പോൾ നെഗറ്റീവും ആവാം കേട്ടോ, ഈ പി എന്ന് പറഞ്ഞാൽ മൈനസ് ആവാം. അപ്പോൾ അങ്ങനെയാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ പി കൊടുക്കുക,
അതുപോലെ ഡെൽറ്റ സ്ക്വയർ വൈ സീറോ ടേബിളിൽ നിന്ന് എടുക്കുക, ഡിവൈഡ് ബൈ എച്ച് സ്ക്വയർ, ദെൻ പി ഇൻറ്റു എച്ച്, ദെൻ പി മൈനസ് 1 ഇൻറ്റു എച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് പറയുന്ന എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി സപ്പോസ് നമ്മളോടൊരു പോളിനോമിയൽ കൺസ്ട്രക്ട് ചെയ്യാം, വൈ എൻ ഓഫ് എക്സ് nth ഡിഗ്രി പോളിനോമിയലാണ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കില്ല. എക്സ് ഈക്വൽ ടു 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ എന്നല്ല ചോദിക്കുന്നത്. എങ്ങനെയാണ്? തന്നിരിക്കുന്ന എക്സ് ആൻഡ് വൈ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻ്റർപോളേഷൻ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഈ പോയിൻറ്റ്സിൽ കൂടെ എല്ലാം പാസ് ചെയ്തു പോകുന്ന ഒരു പോളിനോമിയലിനെ കൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറയും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? അന്നേരം ഈ ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ പോളിനോമിയൽ വൈ എൻ ഓഫ് എക്സ് ഈക്വൽ ടു വൈ സീറോ കൊടുക്കുക, പ്ലസ് ഇതെല്ലാം അതുപോലെ തന്നെ ടേബിളിൽ നിന്ന് കൊടുക്കുക. ഈ പിയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? ഇതുപോലെ തന്നെ കൊടുക്കുക, എക്സ് മൈനസ് എക്സ് സീറോ ഡിവൈഡഡ് ബൈ എച്ച്. ഓർ ഇവിടെ എക്സ് അങ്ങനെ തന്നെ നിർത്തിയിട്ട് എക്സ് സീറോ ഒരു നമ്പറാണ്, ആ നമ്പർ കൊടുക്കുക, ഡിവൈഡഡ് ബൈ എച്ച് എത്രയാണോ അത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ. അപ്പോൾ എല്ലാ ടേമിലും പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആ എക്സ് അതുപോലെ തന്നെ കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എക്സിൻ്റെ ടേമിലുള്ള ഒരു പോളിനോമിയലായിട്ട് ഈ ഇക്വേഷൻ മാറുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് പോളിനോമിയൽ കൺസ്ട്രക്ട് ചെയ്യാൻ ചോദിച്ചാൽ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ ഏതെങ്കിലും എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞതെങ്കിൽ പിയുടെ ഇക്വേഷനിൽ എക്സ് മൈനസ് എക്സ് സീറോയിൽ എക്സിന് ആ എക്സ് വാല്യൂ കൊടുക്കുക, ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്ന എക്സ് വാല്യൂ കൊടുക്കുക. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ ഇവിടെ കിട്ടിക്കോളും. ഇനി പോളിനോമിയലാണ് കൺസ്ട്രക്ട് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നതെങ്കിൽ പിയുടെ ഇക്വേഷനിൽ എക്സ് അതുപോലെ തന്നെ കൊടുക്കുക. ദെൻ അത് നമ്മൾ സോൾവ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പോളിനോമിയൽ ആയിട്ട് ഈ ഇക്വേഷൻ കിട്ടും. സോ ഇതാണ് ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഇൻ്റർപോളേഷൻ ഫോർമുല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.